ഇന്നലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നപ്പോഴുള്ള ദൃശ്യങ്ങളായിരുന്നു. മൊബൈലുകളെല്ലാം ഇങ്ങനെ ചലിച്ചു, ഡോക്ടറുടെ മുഖം പോലും കാണാൻ വയ്യാതെ മൊബൈലുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് പറയുന്നത് കേൾക്കാനും അദ്ദേഹത്തിൻ്റെ രൂപം പകർത്താനും ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. അവിടെ യൂട്യൂബ് ചാനലുകളുണ്ട്, അവിടെ സിനിമ കാണാൻ വന്നവരുണ്ട് എന്ന് വേണ്ട എല്ലാവരും അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നെല്ലാം ഒപ്പിയെടുക്കാനുള്ള ശ്രമമാണ്. കണ്ടൻ്റാണ് മുഖ്യം. യൂട്യൂബ് ചാനലുകളെ സംബന്ധിച്ച് കണ്ടൻറ്റ് തന്നെയാണ് മുഖ്യം. അവർ കാത്തു നിൽക്കുന്നു ഡോക്ടർ റോബിനെ കാണാൻ വേണ്ടി. ഇപ്പം 2000 എത്ര നമ്മുടെ സീസൺ 4 തുടങ്ങിയപ്പോൾ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായത്. അതിന് ഒരു മാറ്റം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഉയർത്ത താഴ്ചകളൊക്കെ പലതും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാണാം. ഡോക്ടർ റോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ടുണ്ടായി കാണാം. ഇപ്പം എന്താ, ഷൈൻ ടോം ചാക്കോ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു, അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു. വളരെ ഫ്രണ്ട്ലി ടോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം പരിചയമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കുന്ന പോലല്ല, അദ്ദേഹത്തെ കൂടെ നിർത്തുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനും മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും ഒക്കെ ഉള്ളത് അദ്ദേഹം ഷൈൻ ടോം ചാക്കോയൊക്കെ സമയം കണ്ടെത്തുന്നു. അത് ഷൈനുമായിട്ട് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് ഡോക്ടർ. അതാണ് ഒരു പ്രത്യേകത. ഡോക്ടർ റോബിനെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കണ്ടെടുത്തോളം കാലം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ നമ്മൾ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ആകർഷണത്വമുണ്ട്, ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ്. അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴും അവരുടെ പ്രത്യേകിച്ചൊന്നും കാണില്ല, പക്ഷെ നമുക്ക് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെയും കാണണമെന്ന് തോന്നുന്ന ഒരു എന്തോ മാജിക്ക് ഇവരിൽ ഈ ഡോക്ടർ റോബിനിലും ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിരി ഒരു ഭയങ്കര ആകർഷണത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാം നമ്മളെ ആകർഷിക്കും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സിനിമ വീണ്ടും വീണ്ടും കാണണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആ പടം നമ്മൾ അത്രമേൽ സ്വാധീനിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഡോക്ടറും. പല വ്യക്തികളുണ്ട്. ഇപ്പം ലാലേട്ടൻ എൻ്റെ ഒരു മാജിക്കുണ്ട്, അത് വീണ്ടും വീണ്ടും കാണാൻ മലയാളികൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എനിക്കതുപോലെ ഞാൻ ലാലേട്ടുമായിട്ട് താരതമ്യപ്പെടുത്തി സംസാരിക്കുമല്ല ഡോക്ടർ റോബിനെ. അപ്പം അങ്ങനെ ചില മാനരസങ്ങൾ പലരിലും ഉണ്ട്. അതുതന്നെയാണ് ഇന്നലെ ആ തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റിയത്. കാലം ഒത്തിരി മാറിയിരിക്കുന്നു, എന്നിട്ട് പോലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോടുള്ള ആ ഇഷ്ടവും ഒന്നും ഒരിക്കലും മാറിയിട്ടില്ല. അദ്ദേഹത്തിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി പലരും പലവട്ടം ശ്രമിച്ചു. അതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. അദ്ദേഹത്തിന് സിനിമ കാണാൻ കയറാനോ അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകാനോ ഒന്നും തന്നെ കഴിയാത്ത അവസ്ഥയിൽ ആൾക്കാരിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ഞാൻ ഇന്നലെ അദ്ദേഹം പറഞ്ഞ വീഡിയോകളൊക്കെ ഇട്ടിരുന്നു. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഇതിനെല്ലാം മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ്റെ വാക്കുകൾക്ക് ഇപ്പം പ്രസക്തി വീണ്ടും കൂടുന്നത് എന്ന് പറയുന്ന ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട പല വിമർശനങ്ങളും വീണ്ടും പലരും ഉന്നയിച്ചു തുടങ്ങി. പക്ഷേ ഇത് കഴിഞ്ഞ കൊല്ലം ഡോക്ടർ റോബിൻ ഒരു കൊല്ലത്തിന് മുമ്പ് ഉന്നയിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ അത് സത്യമാണെന്ന് തെളിയുന്നതും കാലം അതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വീണ്ടും എല്ലാവർക്കും പ്രിയങ്കരനാക്കുന്നത്. വീണ്ടും എന്ന് ഞാൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് നേരിട്ട ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. കാരണം അദ്ദേഹം സിനിമയിലേക്ക് കയറും മുമ്പ് തന്നെ സിനിമയിൽ നിന്ന് തന്നെ ഡീഗ്രേഡിങ് തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് പലർക്കും അത്ര രസിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവനെ ആരടാ ഇത്രമേൽ ആൾക്കാർ സ്നേഹിക്കാൻ എന്നൊരു തോന്നലുണ്ട് മനുഷ്യനെ. അതൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുതന്നെയാകാം ഒരുപക്ഷെ കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ അല്ലേ. ഇപ്പം നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു മനുഷ്യസഹജമായൊരു അത് ചിലർ പ്രകടിക്കും, അല്ല ചിലവർ പറയും അത് കൊള്ളാം, അവനത് കിട്ടേണ്ടതാ എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ ഡോക്ടർ ഇന്ന് തൻ്റെ ഇൻസ്റ്റയിലും ഇതൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. എത്രയോ ക്യാമറകളല്ലേ, ഇത് രസകരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യാമറയ്ക്കകത്തൂടെ ഫോട്ടോ കാണാൻ പറ്റുന്നത്.